ഹായ് എവ്രി വൺ, 10th ക്ലാസ് ബയോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഡിഫറന്റ് ചികിത്സാ മേഖലകളെ കുറിച്ചും നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസീസസ് വന്നു അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നോർമൽ അല്ല, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ ഡിഫറന്റ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കും അല്ലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കും. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ്. സാധാരണഗതിയിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യമായിട്ട് സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യും അല്ലെ. എന്തിനാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ആയിട്ടാണോ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റെതസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അതെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ ഫീവർ ഉള്ള ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്? തെർമോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അളന്ന് നോക്കും. എങ്ങനെയാണ്, നമുക്ക് ഹൈ ഫീവർ ആണോ അതോ ഫീവർ കുറവാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ തന്നെ അവര് പ്രഷർ നോക്കാനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? സ്പിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പ്രഷർ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് സ്പിഗ്മോ മാനോമീറ്റർ. ഇനി ഇത് കൂടാതെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്തിൽ ഒന്നാമതായിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഏതെന്ന് പറയുന്നത് EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രാം. അതായത് ബ്രെയിനിലുള്ള ഇലക്ട്രിക് വേവ്സിനെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോ എൻസെഫാലോഗ്രാം അല്ലെങ്കിൽ EEG. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ബ്രെയിനിലൊക്കെ എന്തോ ഉണ്ട്, ഇമ്പൾസസ് ഒക്കെ പോകുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രിക് വേവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രിക് വേവ്സ് എങ്ങനെയാണ്? നോർമലായിട്ടാണോ ഇത് പോകുന്നത്, അല്ലെങ്കിൽ ആ വേവ്സിന് എന്തെങ്കിലും ഡീവിയേഷൻ ഒക്കെ സംഭവിക്കുന്നുണ്ടോ? അപ്പൊ ഇത് അറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇലക്ട്രോ എൻസെഫാലോഗ്രാം. അപ്പൊ ഇത് ഏതിന്റെ ഫംഗ്ഷൻ ആണ് നോക്കുന്നത്? ബ്രെയിന്റെ ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇതെന്ന് പറയുന്നത് ഹേർട്ടിലെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്നു. അപ്പം ഹേർട്ടിലും എന്തോ ഉണ്ട്? ഇലക്ട്രിക് വേവ്സ് ഉണ്ട്. അപ്പൊ ആ ഇലക്ട്രിക് വേവ്സ് എങ്ങനെയാണ്? നോർമലി ആണോ അതിന്റെയും സഞ്ചാരം, അല്ലെങ്കിൽ നോർമലായിട്ടാണോ ഈ ഇലക്ട്രിക് വേവ്സ് ഉള്ളത്? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ EEG എന്ന് പറയുന്നത് ബ്രെയിനിലെ ഇലക്ട്രിക് വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ഇനി ECG എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടിലെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ അൾട്രാസൗണ്ട് സ്കാനർ, സ്കാനിങ് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരെണ്ണമാണ് സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷൻസ് അറിയാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കാനിങ് രീതിയാണ് ഏതെന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനർ. ദെൻ അടുത്തതെന്ന് പറയുന്നത് CT സ്കാനർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എന്ന് പറയും. ഇവിടെ എന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ലഭിക്കുന്നത്. മറ്റേതെന്ന് പറയുന്ന അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത് എന്താണ്? നോർമലി ഒരു ഇന്റേണൽ ഓർഗന്റെ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്ന അൾട്രാസൗണ്ട് സ്കാനർ. പക്ഷെ CT സ്കാനർ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇത് ആ ഇന്റേണൽ ഓർഗന്റെ ഒരു 3 ഡയമെൻഷണൽ പിക്ചർ ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ ഒരു 3 ഡയമെൻഷണൽ പിക്ചർ തരാനായിട്ട് സഹായിക്കുന്ന ഒരു സ്കാനിങ് രീതിയാണ് ഏതെന്ന് പറയുന്നത് CT സ്കാനർ. അപ്പൊ ഇതിന് സഹായിക്കുന്നത് എക്സ്റേസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഒക്കെ ആയിരിക്കും. അപ്പൊ കമ്പ്യൂട്ടറിന്റെയോ എക്സ്റേസിന്റെയോ ഒക്കെ സഹായത്തോടു കൂടി ഇന്റേണൽ ഓർഗൻസിന്റെ 3D പിക്ചർ തരുന്ന അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ പിക്ചർ തരുന്ന ഒരു സ്കാനിങ് മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത് CT സ്കാനർ. ദെൻ അടുത്തത് MRI സ്കാനർ. MRI സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ഇവിടെയും എന്ത് തന്നെയാണ്? ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയും ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഒക്കെയാണ്, അതായത് രോഗനിർണയോപാധികൾ അല്ലെങ്കിൽ രോഗനിർണയത്തിന് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ഇവിടെ എന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം, ഹാർട്ടിലുള്ള ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് വേവ്സ് യൂസ് ചെയ്ത് ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ CT സ്കാനർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ എന്ന് പറയും. ഇവിടെ എന്ന് പറയുന്നത് എക്സ്റേസിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇന്റേണൽ ഓർഗൻസിന്റെ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ MRI സ്കാനർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ഇതെന്ന് പറയുന്നത് ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ പിക്ചർ ആണ് നമുക്ക് തരുന്നത്.
അപ്പൊ ഇവയെല്ലാം എന്തിനു സഹായിക്കുന്നു? നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ, അവയുടെ ഫങ്ഷൻസ് ഒക്കെ നേരെയാണോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇതൊക്കെ അറിയാനായിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്ന ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് എല്ലാം. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇത് കൂടാതെ എക്യുപ്മെന്റ്സിന്റെ സഹായം ഇല്ലാതെ തന്നെ നമ്മൾ ലബോറട്ടറി ടെസ്റ്റ് നടത്തി എന്ത് ചെയ്യാറുണ്ട്? ഡിസീസസ് അറിയാറുണ്ട് അല്ലെ. അതായത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു, സ്റ്റൂൾ അല്ലെന്നുണ്ടെങ്കിൽ മലം, കഫം, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു. ഇപ്പൊ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരുടെ ആണെങ്കിൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പല ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ ലാബിൽ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രോഗനിർണയം നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഓരോ ഏരിയ, അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് എന്തെങ്കിലും രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രത്യേക ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ചികിത്സ നേടുന്നു അല്ലെ. ഇപ്പൊ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെയായിരിക്കും സമീപിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ പോകുന്നത്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അവിടെ ചെന്നിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണുന്നു. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് ആണ് അദ്ദേഹം നോക്കുന്നത്. അപ്പൊ ഹാർട്ടിനെ കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫങ്ഷൻസ് എല്ലാം നോക്കുന്നത് ആരാണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കാർഡിയോളജിയാണ്. ദെൻ ഓഫ്താൽമോളജി ഉണ്ട്, അതായത് ഐയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ കണ്ണട വയ്ക്കാൻ നമ്മൾ ആരെയാണ് കാണാൻ പോകുന്നത്? ഓഫ്താൽമോളജിയാണ് അല്ലെ, ഓഫ്താൽമോളജിസ്റ്റിനെയാണ്. അപ്പൊ ഓഫ്താൽമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്? ഐയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ്. ഇനി കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ്. ദെൻ ന്യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റം ഇല്ലെ, നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പോകുന്നത്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ ചെന്ന് ന്യൂറോളജിസ്റ്റിനെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ എന്തെങ്കിലും നെർവ്സിന് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ബ്രെയിന് കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഓങ്കോളജി ഉണ്ട്. എന്താണ് ഓങ്കോളജി എന്ന് പറഞ്ഞാൽ? ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ്. അപ്പൊ ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസറിനുള്ള ചികിത്സ നേടുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ ട്രീറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിന്റെ പേരെന്താണ്? ഓങ്കോളജിസ്റ്റ്. ദെൻ ENT ഉണ്ട് അല്ലെ, ഇയർ, നോസ്, ത്രോട്ട്, അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ആളാണ്. അതായത് ഈ ENT, ഇയർ അല്ലെങ്കിൽ ചെവി, നോസ്, മൂക്ക്, ത്രോട്ട്, തൊണ്ട, അപ്പൊ ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകും? ENT സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വലിയ വലിയ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡോക്ടേഴ്സിന്റെയും റൂമിന് പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മേഖല. അതൊക്കെ കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും പോകുന്നത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. ഇനി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ ഹെപ്പറ്റോളജി പോകും. അപ്പൊ ഇങ്ങനെ ഓരോരോ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോരോ സ്പെഷ്യലൈസ്ഡ് ഏരിയസിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത്? കാർഡിയോളജി ആണെങ്കിൽ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഓഫ്താൽമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ന്യൂറോളജി നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥ. ഓങ്കോളജി എന്ന് പറയുന്ന ക്യാൻസർ. ENT എന്ന് പറയുന്നത് എന്താണ്? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമ്മൾ എവിടെയാണ് പോകുന്നത്? ENTയുടെ അടുത്താണ്. ഇനി അതുപോലെ തന്നെ രോഗനിർണയം എല്ലാം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മെഡിസിൻസ് സ്വീകരിക്കേണ്ടി വരും അല്ലെ. എന്താണ് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെഡിസിൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് അല്ലെ. അതായത് ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എവിടെ നിന്നുമായിരിക്കും? പ്ലാന്റ്സിൽ നിന്നോ ആനിമൽസിൽ നിന്നോ മൈക്രോ ഓർഗാനിസംസിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസസിൽ നിന്നും ഒക്കെ ആയിരിക്കും മെഡിസിൻസ് ഉണ്ടാക്കുന്നത്. ഈ മരുന്നുകൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏതെങ്കിലും ഒരു രോഗനിർണയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ ഈ മെഡിസിൻസും പല മേഖലകളിലും വ്യത്യസ്തമായിട്ടുള്ള മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഇനി ആന്റിബയോട്ടിക്സ് ഉണ്ട്. എന്താണ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാക്ടീരിയക്കെതിരെ യൂസ് ചെയ്യുന്ന മെഡിസിൻസിനെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഡിസീസസ് വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമുക്ക് എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ആന്റിബയോട്ടിക്സ് കഴിക്കണമെന്ന് പറയും അല്ലെ. സ്ഥിരമായിട്ട് 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കണമെന്ന് പറയും. അപ്പൊ അത് എന്തിനെതിരെ ഉള്ളതാണ്? ബാക്ടീരിയക്കെതിരെ ഉള്ളതാണ്.
അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് ഒന്നുകിൽ ബാക്ടീരിയകളിൽ നിന്നാകാം, അല്ലെങ്കിൽ ഫംഗസുകളിൽ നിന്നാകാം. അപ്പൊ ബാക്ടീരിയകളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ നിർമ്മിച്ച് ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന മെഡിസിൻസിനെ വിളിക്കുന്ന പേരാണ് ആന്റിബയോട്ടിക്സ്. ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. 1928 ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചത് പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസ്. ആ ഫംഗസിന് എന്തിനെ കൊല്ലാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചു, ബാക്ടീരിയ കൊല്ലാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പെനിസിലിയം നൊട്ടേറ്റത്തിൽ നിന്നും പെനിസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് എന്ത് ചെയ്തു, വേർതിരിച്ചെടുത്തു. അപ്പൊ അങ്ങനെ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ആ ഒരു ബാക്ടീരിയക്കെതിരെയുള്ള മെഡിസിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഇയർ എന്ന് പറയുന്നത് 1928 ആണ്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസുകൾക്ക്, പൂപ്പലുകൾക്ക് എന്തിനുള്ള ശേഷിയുണ്ട്? ബാക്ടീരിയകളെ കൊല്ലാനുള്ള ശേഷിയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ആ പൂപ്പലുകളിൽ നിന്ന് എന്ത് വേർതിരിച്ചെടുത്തു? പെനിസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് വേർതിരിച്ചെടുത്തു. അപ്പൊ അതിന് അടിസ്ഥാനം ഉണ്ടാക്കിയ ആൾ ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അപ്പൊ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാക്ടീരിയകളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ നിർമ്മിക്കുന്നു, ബാക്ടീരിയകൾക്കെതിരെ ഉപയോഗിക്കുന്ന മെഡിസിൻസ്. ആദ്യമായി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ബാക്ടീരിയൽ ഡിസീസസിനെതിരെ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാറുണ്ട്. അതായത് ആന്റിബയോട്ടിക്കുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബോഡിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, ഈ നമ്മൾ സ്ഥിരമായിട്ട് ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയകൾക്ക് അതിനെതിരെ ഒരു പ്രതിരോധ ശേഷി കിട്ടും, അല്ലെ? അതായത് സ്ഥിരമായിട്ട് ഇവരെന്തിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആന്റിബയോട്ടിക്കുകളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കിട്ടുന്നു? ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷി ലഭിക്കുന്നു. അപ്പൊ പിന്നീട് നമ്മൾ ഇതിപ്പോ തുടർച്ചയായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുകയാണെങ്കിലുള്ള പ്രശ്നമാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയകൾക്ക് ഈ ആന്റിബയോട്ടിക്സിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശേഷി കിട്ടുന്നു. അപ്പൊ അങ്ങനെ പ്രതിരോധ ശേഷി കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും ഡിസീസസിന് ഈ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഫലപ്രദമാകുമോ? ഒരിക്കലുമില്ല, ഇല്ലേ? കാരണം എന്താണ്? ഓൾറെഡി ഈ ബാക്ടീരിയകൾ ഇതിനെതിരെ പ്രതിരോധ ശേഷി നേടി. അപ്പൊ നമ്മൾ പിന്നീട് ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. ഇനി അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളുണ്ട്, നമുക്ക് ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യൂസ്ഫുൾ ബാക്ടീരിയ എല്ലാം എന്ത് ചെയ്തു പോകും? നശിച്ചു പോകും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഈ ആന്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിറ്റമിൻസിന്റെ അളവൊക്കെ കുറയും. അതായത് നമ്മുടെ ശരീരത്തിന് നമുക്ക് എന്താവശ്യമുണ്ട്? വിറ്റമിനുകളൊക്കെ ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ ഈ വിറ്റമിനുകൾ ഉത്പാദിപ്പിക്കുന്നതും ചില വിറ്റമിൻ കെ ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള ലാർജ് ഇൻഡസ്റ്റൈനിലുള്ള ചില ബാക്ടീരിയകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? വൻകുടലിലുള്ള ചില ബാക്ടീരിയകളാണ്. അപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടാകാം, വിറ്റമിനുകളുടെ കുറവുകളൊക്കെ അനുഭവപ്പെടാം. അപ്പൊ അതും എന്തിനുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ആണ്? ഈ ആന്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഒരു പരിണിത ഫലമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആന്റിബയോട്ടിക്സിന്റെ സൈഡ് ഇഫക്ട്സ്? ഒന്നെന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഈ ബാക്ടീരിയകൾ ഒരു ഇമ്മ്യൂണിറ്റി നേടുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിരോധം നേടുന്നു. പിന്നീട് നമുക്ക് ആ ആന്റിബയോട്ടിക്സ് ഫലപ്രദമാവുകയില്ല. ദെൻ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ചു കളയുന്നു. ദെൻ നമ്മുടെ ശരീരത്തിൽ വിറ്റമിന്റെ അഭാവം അല്ലെങ്കിൽ വിറ്റമിന്റെ കുറവുണ്ടാകുന്നു. ഇതെല്ലാം ഏത് യൂസ് ചെയ്യുന്നത് മൂലമുള്ള പ്രശ്നങ്ങളാണ്? ആന്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ദോഷങ്ങളാണ്. ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിലുള്ള ഡിസീസസ് വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഇനി എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ എന്താണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രാഥമിക ചികിത്സ എന്ന് പറയും. അതായത് ഒരാൾ വെള്ളത്തിൽ വീണു, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ ഒരാളൊന്ന് ഉരുണ്ടു വീണു, ഇല്ലെ? അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഒരു പ്രാഥമിക ചികിത്സ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്, ഇല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകൾ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്, അല്ലെ? കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കാറുണ്ട് ആളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ കൈയൊക്കെ ഒടിഞ്ഞ ആളാണെങ്കിൽ കൈയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഒരു സ്ലിങ്ങിലൊക്കെ ഇട്ട് കൊണ്ടുപോകാറുണ്ട്, അല്ലെ? കൂടുതൽ അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെയൊക്കെ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും കുടുങ്ങാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാറുണ്ട്. ദെൻ ട്രക്കേയ്ക്കുള്ളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള രീതികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ നടത്തേണ്ടി വരും. പലതരത്തിലുള്ള പ്രാഥമിക ചികിത്സകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള
പ്രാഥമിക ചികിത്സ എന്തിനു സഹായിക്കുന്നുണ്ട്? ആ രോഗിയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയ ഒരാളെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് പുറത്തിട്ടിട്ട് അയാളുടെ വയറ്റത്തൊക്കെ അമർത്തി എന്ത് ചെയ്യുന്നു, വെള്ളമൊക്കെ പുറത്ത് കളയുന്നു. അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ആളിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അത് പലതരത്തിലുണ്ട്. അതിപ്പോ ഈ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ച് ഇനി കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്ന വിധങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ്. അതായത് നമുക്ക് രോഗനിർണയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പല ഉപകരണങ്ങളും സഹായിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? സ്റ്റെതസ്കോപ്പ് ഉണ്ട്, തെർമോമീറ്റർ ഉണ്ട്, സ്പിഗ്മോ മാനോമീറ്റർ ഉണ്ട്. ഇതല്ലാതെ ഇതിൽ കൂടുതലായിട്ട്, അതായത് ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സിനെ ആശ്രയിക്കുന്നുണ്ട്. അതിലൊന്നാണ് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫാലോഗ്രാം. ഇതെന്ന് പറയുന്നത് ബ്രെയിനിലുള്ള ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ ECG എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അൾട്രാസൗണ്ട് സ്കാനർ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസ്, അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഘടന എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട്, അൾട്രാസൗണ്ട് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നു. ദെൻ അതുപോലെ തന്നെ CT സ്കാനർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ. ഇത് ഉപയോഗിക്കുന്നത് ഇന്റേണൽ ഓർഗൻസിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാനാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ എങ്ങനെയുള്ള പിക്ചറാണ് നമുക്ക് ലഭിക്കുന്നത്? ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് അല്ലെ. അതായത് ഒരു 3D പിക്ചർ ലഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ CT സ്കാനർ. ഇത് ഏതിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണ്? കമ്പ്യൂട്ടറിന്റെയോ എക്സ്റേയുടെയോ ഒക്കെ സഹായത്തോടു കൂടിയായിരിക്കും ഇന്റേണൽ ഓർഗന്റെ 3D സ്ട്രക്ചർ ലഭിക്കുന്നത്. ദെൻ MRI സ്കാനർ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ഇത് ഇന്റേണൽ ഓർഗൻസിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ വിവിധ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് പലതരത്തിലുള്ള രോഗനിർണയവും നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ബ്ലഡിന്റെയും യൂറിന്റെയും സ്റ്റൂളിന്റെയും ഒക്കെ ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തിയും നമ്മൾ രോഗനിർണയം നടത്താറുണ്ട്. ദെൻ ഈ രോഗനിർണയങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എന്തിനു വേണ്ടിയിട്ട് പോകേണ്ടി വരും? ട്രീറ്റ്മെന്റിന് പോകേണ്ടി വരും അല്ലെ. അപ്പൊ ഹാർട്ടിനുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ നമ്മൾ കാർഡിയോളജിയിൽ പോകുന്നു. ഓഫ്താൽമോളജി ആണെങ്കിൽ ഐയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ന്യൂറോളജി എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ദെൻ ഓങ്കോളജി എന്ന് പറയുമ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ്. ENT എന്ന് പറയുന്നത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, അതായത് ചെവി, മൂക്ക്, തൊണ്ട എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ എവിടേക്ക് പോകുന്നു? ENT സ്പെഷ്യലിസ്റ്റിനെ കാണാനായിട്ട് പോകുന്നു. ഇനി ഇതിനെല്ലാം, അതായത് ഏതെങ്കിലും ഒരു രോഗനിർണയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ മെഡിസിൻസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയകളിൽ നിന്നോ ഫംഗസുകളിൽ നിന്നോ നിർമ്മിച്ചിട്ട് ബാക്ടീരിയകൾക്കെതിരെ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ഏതെന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്. 1928 ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഇനിയും ഈ ആന്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ചില സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾക്ക് അതിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ലഭിക്കുന്നു. ദെൻ യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ദെൻ അതുപോലെ തന്നെ വിറ്റമിനുകളുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇനി എന്തെങ്കിലും ആക്സിഡന്റൽ കേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. അതായത് ആളിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സിനെ കുറിച്ചോ ഒക്കെ പറയാനായിട്ട്. ഇനി അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ബാക്ടീരിയകൾക്കെതിരെയാണ്. ഇനി ആന്റി ഫംഗൽ മെഡിസിൻസ് ആണ് ഏതിനെതിരെ കൊടുക്കുന്നത്? ഫംഗസുകൾക്ക് അല്ലെങ്കിൽ പൂപ്പലുകൾക്കെതിരെ കൊടുക്കുന്നത്. ഇനി വൈറസുകൾക്കെതിരെയാണെങ്കിൽ ആന്റിവൈറൽ മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെ കുറിച്ചും ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.